ഇതേപോലത്തെ സ്പോഞ്ച് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇത് നമ്മൾ എടുക്കുക. അത് ഇതേപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ സ്പോഞ്ചിൽ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ അതിനകത്ത് നല്ല രീതിയിൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ മുങ്ങത്തക്ക രീതിയിൽ സ്പോഞ്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി നല്ലൊരു സാധനമാണ് കേട്ടോ. വിനാഗിരി വെച്ച് തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. വിനാഗിരി തൊട്ട് തുടച്ചാൽ ഈച്ചയും പല്ലി പാറ്റയൊന്നും വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ സ്പോഞ്ച് എല്ലാം കുടിച്ചിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ കിച്ചണിലൊക്കെ പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് നക്കിയിട്ട് പിന്നെ ആ ഒരു പരിസരത്തോട്ടോ പല്ലി പാറ്റ ഒന്നും തന്നെ വരില്ല. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് അതിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ സ്പോഞ്ച് ഇതേപോലെ നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം. കിച്ചണിലാണെങ്കിലും കബോർഡിലാണെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കിച്ചൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത്, അതേപോലെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തൊന്നും പല്ലിയോ പാറ്റോ ഒന്നും തന്നെ വരില്ല. അതേപോലെ തന്നെ സവാള അരിയുമ്പോഴത്തേന് കണ്ണെരിയുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ. കണ്ണെരിയാതിരിക്കത്തില്ല, കാരണം നല്ല എരിവുള്ള സവാളയൊക്കെ കാണും. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ അരിയുമ്പോഴത്തേനും ഇടയ്ക്ക് നമ്മുടെ ആ കത്തിയിൽ ചെറിയതായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ചെറുതായിട്ട് മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒരു മൂടിക്കകത്ത് എടുക്കുകയാണ്, കുപ്പിയുടെ മൂടിക്കകത്ത് എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വല്പം മാത്രം ആ കത്തിയിലൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ അരിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കണ്ണെരിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് സവാളയൊക്കെ എടുക്കുന്ന സമയത്ത് കണ്ണെരിയുമ്പോഴത്തേന് ഇതേപോലെ ചെയ്യുക. ഇതുപോലെ വെളിച്ചെണ്ണ തടകിയിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒട്ടും കണ്ണെരിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നാക്കി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ സവാള ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിയുന്നത് നല്ലതാണ്, കണ്ണെരിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ടിന്നി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടുള്ളത് ഒരു പാറ്റാ ഗുളികയാണ്. അത് ഞാനിപ്പോൾ ഒന്നുകൂടെ പൊടിച്ചുകൊണ്ട് വരാം. ഇടികളിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാറ്റാ ഗുളികയുടെ മണം ഭയങ്കര ഇതിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. പല്ലിക്കും പാറ്റയ്ക്കും എലിക്കും ഒന്നും ഈ ഒരു സാധനത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. വിനാഗിരിയും അതേ പാറ്റാ ഗുളികയും മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് അടപ്പിൽ ഹോളിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ടിന്നിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും താഴെ പോകത്തില്ല കണ്ടോ. അപ്പോൾ ആ കുപ്പിക്കകത്ത് എടുത്തിട്ട് നമുക്ക് മിറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എലി പല്ലി പാറ്റ ഒന്നും തന്നെ വീടിനകത്താണെങ്കിലും കിച്ചൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മിറ്റത്തെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഇഴജന്തുക്കളൊന്നും തന്നെ വരില്ല. ബാക്കിയുള്ള നമുക്ക് നമ്മുടെ വാഷ് ബേസിനിലോ സിങ്കിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് വരുന്ന പാറ്റാക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അതേപോലെ നമുക്ക് ഇതാണ് ജനലിൻ്റെ ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലി പല്ലി പാറ്റ ഇഴജന്തുക്കളൊന്നും തന്നെ വരില്ല. കൊതുകുകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയുള്ള ടിപ്പാണ് ഞാൻ കാണിച്ചത്. നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് കെമിക്കലൊന്നും ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കാണിച്ചത്.